നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. പൂരനഗരിയിൽ നടന്ന ശുചീകരണം സംസ്ഥാനത്ത് മികച്ചതാണെന്നും തൃശൂർക്കാരനായതിൽ അഭിമാനമെന്നും മന്ത്രി കെ രാജൻ. പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി 23-ാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബസംഗമം KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. KECB പെൻഷനേഴ്സ് 39-ാം സംസ്ഥാന സമ്മേളനം ജൂലൈ 18, 19, 20 തീയതികളിൽ തൃശൂരിൽ നടത്തുന്നു. രാസവില വർധനവിനെതിരെ കർഷക സംഘം വടക്കാഞ്ചേരി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് ധർണ. കർഷക സംഘം ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. പൂരനഗരിയിലെ സമയബന്ധിതമായ ശുചീകരണ പ്രവർത്തനം സംസ്ഥാനത്ത് മികച്ചതെന്ന് മന്ത്രി കെ രാജൻ. തൃശൂർക്കാരനായതിൽ അഭിമാനമെന്നും മന്ത്രി. തൃശൂർ കോർപ്പറേഷൻ നടത്തുന്ന മാതൃകാ പ്രവർത്തനങ്ങൾക്ക് അഹോരാത്രം പ്രയത്നിച്ച ശുചീകരണ പ്രവർത്തകർക്കുള്ള ആദരവ് റവന്യൂ മന്ത്രി സമർപ്പിച്ചു. പൂരനഗരിയിലെ ശുചീകരണ പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തീകരിച്ചത് സംസ്ഥാനത്തെ മികച്ച പ്രവർത്തനമാണെന്നും ഹരിതകർമ്മസേനയുടെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും മന്ത്രി സംസാരിച്ചു. കുട്ടികളിൽ ശുചിത്വ ശീലം വളർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഉദാഹരണ സഹിതം മന്ത്രി പറഞ്ഞു. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പങ്കാളിത്തമുള്ള വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾ സമാപിച്ച് 3 മണിക്കൂറുകൾക്കകം തേക്കിൻകാട് മൈതാനവും അനുബന്ധ റോഡുകളും വൃത്തിയാക്കി നഗരത്തെ പരിപൂർണ ശുചിത്വത്തിലേക്ക് എത്തിച്ച ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. കോർപ്പറേഷൻ നേരിട്ട് പരിശോധന നടത്തി ഗ്രേഡിംഗ് നടത്തിയ സ്ഥാപനങ്ങൾക്ക് ഹരിത സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വർഗീസ് കണ്ടംകുളത്തി, PK ഷാജൻ, കൌൺസിലർ ശ്യാമള വേണുഗോപാൽ, കോർപ്പറേഷൻ സെക്രട്ടറി VP ഷിബു, ക്ലീൻ സിറ്റി മാനേജർ VP അജിത്, നവകേരളം കർമ്മപദ്ധതി ജില്ലാ മിഷൻ കോർഡിനേറ്റർ C ദിദിക, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനീഷ് രാജൻ, വിവിധ സംഘടനാ പ്രതിനിധികളായ KS സെന്തിൽകുമാർ, TA രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പാണഞ്ചേരി മണ്ഡലം 23-ാം വാർഡ് മുടിക്കോട് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമവും SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും വാർഡിലെ മുൻകാല പ്രവർത്തകരെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MDക്ക് പ്രവേശനം ലഭിച്ച ഡോക്ടർ ഹസൻ TS, കേരള FC ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മുഹമ്മദ് നാസിം എന്നിവരെയും ആദരിച്ചു. വാർഡ് പ്രസിഡന്റ് സാബു മണപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. ഭാസ്കരൻ ആദംകാവിൽ, KC അഭിലാഷ്, ലീലാമ തോമസ്, ഷിജോ P ചാക്കോ, KI ചാക്കുണ്ണി, ഷിയാസ് VM, പരമേശ്വരൻ കുറുമാമ്പുഴ എന്നിവർ സംസാരിച്ചു. കബീർ താഴത്തുപറമ്പിൽ, റാഫിയ സുലൈമാൻ, ഹസീന മനാഫ്, ബീന, സാബു പട്ടിക്കാട്, ഷാജു PV, ശിവരാമൻ കോഴിപ്പറമ്പിൽ, അസീസ് പുതുവീട്ടിൽ, ബിബിൽ P ചാക്കോ, ബഷീർ TK, പൊന്നപ്പൻ, മുത്ത മുടിക്കോട് എന്നിവർ നേതൃത്വം നൽകി. AICC അംഗം NK സുധീർ BJPയിൽ. AICC അംഗവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ NK സുധീർ BJPയിൽ ചേർന്നു. തിരുവനന്തപുരത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലാണ് BJP അംഗത്വം സ്വീകരിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി എന്നിവരും പങ്കെടുത്തു. ആലത്തൂർ ലോക്സഭാ ഇലക്ഷനിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. ദളിത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി, KPCC സെക്രട്ടറി എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. കാത്തിരിപ്പിനൊടുവിൽ സ്വന്തം പേരിൽ ഭൂമി. സർക്കാരിനോട് നന്ദി പറഞ്ഞ് കൊച്ചുണ്ണിയും ഭാര്യ ബിനിയും. ഒല്ലൂരിലെ പറമ്പത്ത് വീട്ടിൽ കൊച്ചുണ്ണിക്കും ഭാര്യ ബിനിക്കും സ്വപ്ന സാക്ഷാത്കാരം. 2003-ൽ പഞ്ചായത്ത് തന്ന 3 സെന്റ് ഭൂമി സ്വന്തമാക്കാൻ നടന്നിട്ട് കുറേ വർഷമായി. പട്ടികജാതി വികസന ഫണ്ടിൽ നിന്ന് 3 സെന്റ് ഭൂമിയിൽ ചെറിയ വീട് വെച്ച് സ്വപ്നങ്ങൾ കെട്ടിപ്പടുക്കുമ്പോൾ ആ ഭൂമി എന്നെങ്കിലും സ്വന്തം പേരിലാവുമെന്ന പ്രതീക്ഷയിലായിരുന്നു രണ്ടുപേരും. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടിൽ കുറെ കഷ്ടപ്പാടിനൊടുവിൽ സ്വപ്നം പൂവണിഞ്ഞു. കരിങ്കല്ല് പണിക്കാരനായ കൊച്ചുണ്ണിയും ശുചീകരണ തൊഴിലാളിയായ ബിനിക്കും സ്വന്തം പേരിലുള്ള വീട്ടിൽ മക്കൾക്കൊപ്പം ഇനി സുഖമായി ഉറങ്ങാം. ഏറെ നാളത്തെ വിഷമമകറ്റിയ സർക്കാരിനും ഒല്ലൂർ വില്ലേജ് ഓഫീസർക്കും കൌൺസിലർക്കും അവർ നന്ദി അറിയിച്ചു. രാസവള വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ നയത്തിനെതിരെ കേരള കർഷക സംഘം മണ്ണുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംസ്ഥാന കമ്മിറ്റി അംഗം MM അവറാച്ചൻ ഉദ്ഘാടനം ചെയ്തു. ഫ്രാൻസിസ് താടിക്കാരന്റെ അധ്യക്ഷതയിൽ ഏരിയ സെക്രട്ടറി സണ്ണി ചെന്നിക്കര സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ V നന്ദിയും അറിയിച്ചു.
ട്രഷറർ മാത്യു നൈനാൻ, EM വർഗീസ് എന്നിവർ അഭിവാദ്യം ചെയ്തു. ധർണയ്ക്കും മാർച്ചിനും JB അബി, സുബിൻ ഹരിദാസ്, ഭരതൻ, ശശികുമാർ എന്നിവർ നേതൃത്വം നൽകി. രാസവില വർധനവിനെതിരെ കർഷക സംഘം വടക്കാഞ്ചേരി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് ധർണ കർഷക സംഘം ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. MR അനൂപ് കിഷോറിന്റെ അധ്യക്ഷതയിൽ പൊതുയോഗത്തിൽ MS സിദ്ധൻ, E ഉമാലക്ഷ്മി, PE ബാബു, PT ജോസഫ് എന്നിവർ സംസാരിച്ചു. K സതീഷ് കുമാർ, VC സജീന്ദ്രൻ, KC സുധീഷ് കുമാർ, KN പങ്കജാക്ഷൻ, M വേണുഗോപാൽ, രമ്യ സജീഷ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പിൻവലിക്കുകയും എടുത്തുകളയുകയും ചെയ്തു. തീർച്ചയായും നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം സമരങ്ങൾ നടക്കുന്നത്. രാജ്യത്തെ കാർഷിക മേഖലയിൽ നിന്ന് നിരവധി ആളുകൾ ഓരോ ദിവസവും അവന്റെ ഏക വരുമാന മാർഗമായിരുന്ന കൃഷി ഉപേക്ഷിച്ച് ആ കൃഷിയിൽ നിന്ന് അവൻ പിന്മാറി വേറെ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ മറ്റ് മേഖലകളെ അപേക്ഷിച്ച് പോകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. തമൈത്രി കൂട്ടായ്മ ഔഷധക്കഞ്ഞി വിതരണം ചെയ്യുന്നു. 2017 മുതൽ മിണാലൂർ കേന്ദ്രമായി ജാതിമത ഭേദങ്ങളില്ലാതെ മാനവികതയ്ക്ക് ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മതമൈത്രി കൂട്ടായ്മ. എല്ലാ വർഷവും തുടർച്ചയായി കർക്കിടകം 1 മുതൽ 7 ദിവസം ഔഷധക്കഞ്ഞി വിതരണം ചെയ്തുവരുന്നു. ഈ വർഷവും പൂർവാധികം ഭംഗിയായി ഔഷധക്കഞ്ഞി വിതരണം നടത്തുന്നു. കഞ്ഞി വിതരണം ചെയ്യുന്ന ക്യാമ്പിൽ എല്ലാ ദിവസവും അറിയപ്പെടുന്ന എഴുത്തുകാർ, ഭരണാധികാരികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, ലഹരി വിരുദ്ധ പ്രവർത്തകർ, പത്രപ്രവർത്തകർ എന്നിവരുടെ പ്രഭാഷണങ്ങളും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി KR ഉദയൻ, പ്രസിഡന്റ് ഷേർലി ജോൺ, ട്രഷറർ VR സുരേഷ് എന്നിവർ പങ്കെടുത്തു. KCB പെൻഷനേഴ്സ് അസോസിയേഷൻ 39ാം സംസ്ഥാന സമ്മേളനം ജൂലൈ 18, 19, 20 തീയതികളിൽ റീജിയണൽ തിയേറ്ററിൽ നടക്കുന്നു. 18-ന് ട്രേഡ് യൂണിയൻ സൗഹൃദ സമ്മേളനം GP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. K രാധാകൃഷ്ണൻ MP അധ്യക്ഷനാകും. R ചന്ദ്രശേഖരൻ, KP രാജേന്ദ്രൻ, രാജൻ J പല്ലൻ, AP ജോസ്, TN വെങ്കടേശ്വരൻ, KV ജോണി എന്നിവർ സംസാരിക്കും. 19-ന് ഉദ്ഘാടന സമ്മേളനം വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് N വേണുഗോപാൽ അധ്യക്ഷത വഹിക്കും. MK വർഗീസ്, AC മൊയ്തീൻ എന്നിവർ സംസാരിക്കും. ഉച്ചയ്ക്ക് പ്രതിനിധി സമ്മേളനം നടക്കും. വൈകിട്ട് സാംസ്കാരിക സമ്മേളനം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. 20-ന് ഞായറാഴ്ച പൊതുചർച്ച. ഉച്ചയ്ക്ക് 2 മണിക്ക് KCB പെൻഷനേഴ്സ് വെൽഫെയർ സൊസൈറ്റി വാർഷിക പൊതുയോഗം നടക്കും. ചെയർമാൻ N വേണുഗോപാൽ അധ്യക്ഷനാകും. പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി B ശശികുമാർ അവതരിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ N വേണുഗോപാൽ, B ശശികുമാർ, A സൈഫുദ്ദീൻ, AT പോൾ, ഭദ്രൻ എന്നിവർ പങ്കെടുത്തു. പുതിയതായി BJPയിൽ ചേർന്നവർക്ക് BJP ജില്ലാ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ മെമ്പർഷിപ്പ് നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടിലും വികസിത കേരളത്തോടുള്ള BJPയുടെ പ്രതിബദ്ധതയിലും ആകൃഷ്ടരായി ഒരുപാട് ആളുകളാണ് BJPയോട് അനുഭവം പ്രകടിപ്പിച്ചു വരുന്നതെന്നവർ പറഞ്ഞു. കേരളത്തിൽ UDFും LDFും മത്സരിച്ച് ഭീകരവാദികളെ പിന്തുണയ്ക്കുകയാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. അക്രമ രാഷ്ട്രീയത്തിനുള്ള മറുപടിയാണ് സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാംഗത്വം. ഇതിൽ വിറളികൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷവും കോൺഗ്രസും. VD സതീശൻ പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. രാമചന്ദ്രൻ EK, മുൻ CPM ലോക്കൽ കമ്മിറ്റി അംഗം വിമൽ മാസ്റ്റർ, പോൾ കുന്നേൽ തുടങ്ങിയവരെ ഷാൾ അണിയിച്ച് BJPയിലേക്ക് സ്വീകരിച്ചു. A നാഗേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PK ബാബു, അഡ്വക്കേറ്റ് ഹരി KR, അജി ഘോഷ്, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരതയൂർ, മണ്ഡലം പ്രസിഡന്റുമാരായ വിപിൻ ഐനിക്കുന്നത്ത്, രഘുനാഥ് C മേനോൻ എന്നിവർ നേതൃത്വം നൽകി. ബിന്നി ഇമട്ടി അനുസ്മരണം, അവാർഡ് സമർപ്പണം, ഫൗണ്ടേഷൻ ഓഫീസ് ഉദ്ഘാടനം എന്നിവ ജൂലൈ 17-ന് സാഹിത്യ അക്കാദമി ഹാളിൽ നടത്തുമെന്ന് ബിന്നി ഇമട്ടി ഫൗണ്ടേഷൻ പ്രസിഡന്റ് ജോയ് പ്ലാശ്ശേരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 17 വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് സാഹിത്യ അക്കാദമി ഹാളിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് ജോയ് പ്ലാശ്ശേരി അധ്യക്ഷത വഹിക്കും. വ്യാപാരി വ്യവസായി സമിതി അംഗങ്ങളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളെയും ആദരിക്കും. ചടങ്ങിൽ നിരവധി പ്രമുഖർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ജോയ് പ്ലാശ്ശേരി, സെക്രട്ടറി സേവ്യർ ചെറിയത്ത്, ട്രഷറർ ഷിബു മഞ്ഞളി, വൈസ് പ്രസിഡന്റ് PC അഖിൽ, PD അനിൽ എന്നിവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്
an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ ആദ്യ +2 ബാച്ച് 25 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സ്കൂളിൽ അധ്യാപകരോടും അനധ്യാപകരോടും കൂടെ ഒത്തുചേർന്നു. കാലം ചെയ്തമാർ അപ്രൈമെത്രാപ്പോലിത്തയുടെ ഖബറിൽ പുഷ്പാർച്ചന നടത്തിയായിരുന്നു തുടക്കം. ക്ലാസ് മുറികളിൽ ഗുഡ് മോർണിംഗ് ടീച്ചർ ആശംസയോടെ അധ്യാപകരെ വരവേറ്റു. ക്ലാസ് ടീച്ചർമാർ ഓർമ്മകൾ ഉണർത്തി ഹാജർ വിളിച്ചു. പ്രസന്റ് ടീച്ചർ പറയുന്ന ഓരോരുത്തരുടെയും മുഖത്തേക്ക് ടീച്ചർ വിസ്മയത്തോടെ നോക്കി. ക്ലാസ് മുറികൾ 25 വർഷങ്ങൾക്ക് പുറകിലേക്ക് സഞ്ചരിച്ചു. സിൽവർ ജൂബിലി സംഗമം പ്രിൻസിപ്പൽ ഡോക്ടർ അബി പോൾ ഉദ്ഘാടനം ചെയ്തു. VZ ലീലാമണി, ശാന്തി പോൾ, സെൻസൻ വർഗീസ്, ആൻ സ്വപ്ന മാത്യു, ജൂലി വർഗീസ്, ജയന്തി V, പ്രിൻസി ഫ്രാൻസിസ്, അമ്പിളി U, റിനി ജോൺ എന്നീ അധ്യാപകർക്കും തങ്കമണി, ബീന ജോസഫ്, സോജൻ P ജോൺ എന്നീ അനധ്യാപകർക്കും ഉപഹാരം നൽകി. പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർ സർപ്രൈസ് ഗിഫ്റ്റ് നൽകിയത് ഏറെ ആകർഷകമായി. സംഗമത്തിന്റെ ജനറൽ കൺവീനർ ഫാദർ റൂണോ വർഗീസ്, കോർഡിനേറ്റർ സുനീഷ് കോനിക്കര, ട്രഷറർ ലിൻഡോ ജോസ്, ലിമ സുബിൻ, സന്ദീപ് ബാലകൃഷ്ണൻ, ജിൽസൺ ജോസ്, ഡയാന ജാക്യുലിൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന് പുതിയ ബസ്. തൃശൂർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന് MP ഫണ്ട് ഉപയോഗിച്ച് പുതിയ കോളേജ് ബസ് യാഥാർത്ഥ്യമായി. 33 ലക്ഷം രൂപ വിനിയോഗിച്ച് വാങ്ങിയ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു. ആലത്തൂർ പാർലമെന്റ് അംഗം K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പരിസരത്ത് നടന്ന ചടങ്ങിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷനായിരുന്നു. നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ബിന്ദു K നായർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ N അശോകൻ, അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PV ബിജു, തോംസൺ തലക്കോടൻ, മധു KS, EJ ജോളി, P അനന്തകൃഷ്ണൻ, S വിജയകുമാരി എന്നിവർ സംസാരിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന കായിക അധ്യാപകർ നേരിടുന്ന എണ്ണമറ്റ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടും ചർച്ചയോ പരിഹാരമോ നാളിതുവരെ ഉണ്ടായിട്ടില്ലെന്ന് സംയുക്ത കായിക അധ്യാപക സംഘടനാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രശ്നപരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ജൂലൈ 16 രാവിലെ 10:30 മുതൽ 12:30 വരെ ജില്ലാ DDE ഓഫീസ് പരിസരത്ത് ധർണ സംഘടിപ്പിക്കും. അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ കായികാധ്യാപക തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ ശാസ്ത്രീയവും കാലോചിതവുമായി പരിഗണിക്കുമെന്നും PV ഡൊമിനിക്, CS ഗിരീഷ് കുമാർ, PS സന്തോഷ്, PP ജ്യോതിഷ്, വിനു പീറ്റർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരള പ്രവാസി സംഘം മണ്ണുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. ഏരിയ പ്രസിഡന്റ് മൊയ്തുണ്ണിയുടെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് അനീഷ് അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ വി സ്വാഗതം ആശംസിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം NB മോഹനൻ, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗം അനൂപ് കരിപ്പാൽ, EK നായനാർ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി PP ബാലൻ, രവികുമാർ നാരങ്ങളിൽ എന്നിവർ സംസാരിച്ചു. ബോബി വൈശ്യപ്പാട്ട് നന്ദി രേഖപ്പെടുത്തി. മുഖം ഗ്രാമീണ നാടകവേദി 38ാം വാർഷികാഘോഷം ഓഗസ്റ്റ് 24-ന് 2 മണിക്ക് ചേറ്റുപുഴ SBG സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സമ്മേളനത്തിൽ 4ാമത് ജോസ് ചെറുമൽ സംസ്ഥാന അവാർഡ് ഡോക്ടർ ജെയിംസ് ജോസഫ്, പ്രദീപ് മാളവിക, സേതുനാഥ് കണ്ണാട്ട് എന്നിവർക്കും ഫോക്ലോർ അവാർഡ് സത്യദേവ് ഏറവനും ഡോക്ടർ CR രാജഗോപാൽ സ്മാരക സംസ്ഥാന ഫോക്ലോർ അവാർഡ് മധു നാരായണനും സമർപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ C രാവുണ്ണി, പോൾസൺ താണിക്കൽ, PM ഷാനവാസ്, മുരളി അടാട്ട്, ശ്രീജിത്ത് കോട്ടയിൽ എന്നിവർ പങ്കെടുത്തു. മച്ചാട് ആർട്ട് ഓഫ് ലിവിംഗ് സെന്ററിൽ മഹാധന്വന്തരി ഹോമവും സങ്കല്പ പൂജയും ഭക്തിസാന്ദ്രം. സ്വാമി ചിത്ത് പ്രകാശ് ഹോമത്തിനും പൂജയ്ക്കും നേതൃത്വം നൽകി. ബാംഗ്ലൂർ ആർട്ട് ഓഫ് ലിവിംഗ് ആശ്രമത്തിൽ നിന്നും എത്തിച്ചേർന്ന പണ്ഡിറ്റുകളും മച്ചാട് സെന്ററിന്റെ ചുമതല വഹിക്കുന്ന ജീവനകലാ അധ്യാപകരായ ബാബു മച്ചാട്, ശ്രീലത ടീച്ചർ, കമ്മിറ്റി മെമ്പർമാർ എന്നിവരും സന്നിഹിതരായിരുന്നു. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക് വീണ്ടും. ദ്രവിച്ച് കാലപ്പഴക്കം വന്ന പ്രദർശന ബോർഡുകൾ ഗതാഗത സഞ്ചാരത്തിനും കാൽനട യാത്രക്കാർക്കും ഭീഷണിയാകുന്നു. ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ടൗണിലും ഓട്ടുപാറയിലും കൂടാതെ വഴിയോരങ്ങളിലും ഏത് നിമിഷവും നിലംപൊത്താറായ പ്രദർശന ബോർഡുകളാണ് പേടി സ്വപ്നമാകുന്നത്. വഴിയോരങ്ങളിലേക്ക് തള്ളി നിൽക്കുന്ന ബോർഡുകൾ നീക്കം ചെയ്യാൻ അധികൃതർ നടപടി കൈക്കൊള്ളണമെന്നാണ് പൊതുവെയുള്ള ആവശ്യം. പ്രതികൂലമായ കാലാവസ്ഥയിൽ ശക്തമായ മഴയും വീശിയടിക്കുന്ന കാറ്റും ദ്രവിച്ച ബോർഡുകളെ നിഷ്പ്രയാസം റോഡിലേക്ക് വലിച്ചെറിയപ്പെടും. കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് നടന്നുപോയിരുന്ന കുട്ടി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ബോർഡ് തെറിച്ചു വീണത് കുട്ടിയുടെ സമീപത്തായിരുന്നു. മാർഗ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ബോർഡുകളോ മറ്റോ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യണമെന്ന കർശന നിർദ്ദേശം നിലവിലുള്ളപ്പോഴാണ് ഈ സ്ഥിതിവിശേഷം. സദാസമയവും ഗതാഗത കുരുക്കും വാഹനങ്ങളുടെ ചീറിപ്പാഞ്ഞുള്ള പോക്കും ഇതിനെല്ലാം പുറമെ അപായ സൂചനകൾ നൽകുന്ന ബോർഡുകളും ആശങ്ക ജനിപ്പിക്കുന്നു. അധികൃതർ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ വൻ അപകടം പതിയിരിക്കുന്നുണ്ട്. ആറാട്ടുപുഴ മന്ദാരം കടവിൽ ബലിതർപ്പണത്തിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളില്ല എന്ന് ആറാട്ടുപുഴ മന്ദാരം കടവ് സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മന്ദാരം കടവിൽ ഭക്തജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പണലാഭത്തിനായി സ്വകാര്യ ട്രസ്റ്റ് സാമൂഹ്യ വിരുദ്ധരുമായി ചേർന്ന് ഭക്തജനങ്ങളിൽ നിന്ന് പണം സ്വീകരിച്ച് കർമ്മങ്ങൾ നടത്തി ആചാര ലംഘനങ്ങൾ നടത്തുകയാണ്. നടപടിയെടുക്കേണ്ട പഞ്ചായത്ത് യാതൊന്നും ചെയ്യുന്നില്ലെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ K രവീന്ദ്രനാഥ്, K രാജഗോപാൽ, ദാമോദരൻ ഇളയത്, AC സുനിൽ എന്നിവർ പങ്കെടുത്തു. കേരള കാർഷിക സർവകലാശാല പെൻഷൻകാരുടെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം 27ാം ദിവസത്തിലേക്ക് കടന്നു. ചൊവ്വാഴ്ച കാർഷിക സർവകലാശാല ജനറൽ കൌൺസിൽ അംഗം N കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. 60 വയസ്സ് കഴിഞ്ഞവരുടെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കഴിഞ്ഞ 4 വർഷമായി തടഞ്ഞുവച്ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാതെ കണ്ടില്ലെന്ന് നടിക്കുന്നത് ജനാധിപത്യത്തിന് അപമാനകരമാണെന്ന് കൃഷ്ണദാസ് പറഞ്ഞു. അടുത്ത ജനറൽ കൌൺസിലിൽ ഈ വിഷയം ഉന്നയിക്കുമെന്നും സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ രഞ്ജൻ S കരിപ്പായി അധ്യക്ഷത വഹിച്ചു. VS സത്യശീലൻ, PM രമേശ് ചന്ദ്രൻ, D ഷിറാസ് എന്നിവർ സംസാരിച്ചു. K സുരേഷ് കുമാർ, P അജിത് കുമാർ, PV മോഹനൻ, CK ജയരാജൻ, PM ശാരദ, NV ചന്ദ്രൻ, MR ചന്ദ്രു, CV സരസു, AN മോഹനൻ, ER സുലോചന എന്നിവർ സത്യാഗ്രഹമിരുന്നു. ഇപ്പൊ BC എന്ന് പറഞ്ഞത് പല സർവകലാശാലകളിലും സംഘിപുത്രന്മാരാണ്. ആ സംഘിപുത്രന്മാർ നമ്മളെ ജീവനക്കാരെ, വിദ്യാർത്ഥികളെ, അവിടെയുള്ള അധ്യാപകരെ എല്ലാവരെയും, തൊഴിലാളികളെ എല്ലാവരെയും മാനസികമായും മറ്റുള്ള ഇൻഡാസുകൾ ഇറക്കിയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് കുറച്ച് ദിവസങ്ങളായിട്ട് മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ അത് സമരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മേഖല എന്ന് പറഞ്ഞത് ഇന്ന് ഇന്ത്യയിൽ തന്നെ മാതൃകയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, MG യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, കേരള യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ യൂണിവേഴ്സിറ്റികളും മികവിന്റെ പുരോഗതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരള കാർഷിക സർവകലാശാല, ഈ കേരള കാർഷിക സർവകലാശാല ഇന്നത്തെ അവസ്ഥ, വിജ്ഞാപനം ഉണ്ടോ? ഇല്ല. ഗവേഷണം ഉണ്ടോ? ഇല്ല. അധ്യാപനം ഉണ്ടോ? ഇല്ല. പിന്നെ എന്താ ഉള്ളത്? നല്ലൊരു ബിസിനസ് മേഖലയാണിത്. ഈ കാർഷിക സർവകലാശാല എന്ന് പറയുന്നത് വടക്കാഞ്ചേരി SNDP ശാഖാ യോഗത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും നടന്നുവരുന്ന ചതയദിന പ്രാർത്ഥന വടക്കാഞ്ചേരി ഗുരുദേവ സന്നിധിയിൽ നടന്നു. ശാഖാ പ്രസിഡന്റ് ഡോക്ടർ KA ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ ശാഖാ സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PA കുമാരൻ, VR ശ്രീകൃഷ്ണൻ, R രവി, വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, സെക്രട്ടറി PK ശോഭ, വൈസ് പ്രസിഡന്റ് സുധർമ്മ ശ്രീകൃഷ്ണൻ, കമലം പ്രഭാകരൻ, ഷീബ മോഹനൻ എന്നിവർ പങ്കെടുത്തു. ഭിന്നശേഷിക്കാരായ യുവതീ യുവാക്കൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും വേണ്ടി തൊഴിൽ പരിശീലനം നൽകുന്നു. സമർത്ഥനം ട്രസ്റ്റ് ഫോർ ദി ഡിസേബിൾഡ് നടപ്പിലാക്കുന്ന സൗജന്യ റീറ്റെയിൽ മാനേജ്മെന്റ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോഴ്സിലേക്കാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. 3 മാസം ദൈർഘ്യമുള്ള കോഴ്സിന്റെ പരിശീലനം എറണാകുളം നോർത്ത് പറവൂരിനടുത്ത് ട്രെയിനിംഗ് സെന്ററിലാണ്. താമസം, ഭക്ഷണം, പഠന ഉപകരണങ്ങളെല്ലാം സൗജന്യമാണ്. SSLC ആണ് അടിസ്ഥാന യോഗ്യത. 18 വയസ്സ് കഴിഞ്ഞവർക്ക് 34 വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് ജോലി നൽകുന്നുണ്ട്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂലൈ 19 ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 7017019173 6361511991. വാർത്താ സമ്മേളനത്തിൽ M ഹരികൃഷ്ണൻ, വിവേക് പോൾ, PP ആഷിഖ്, യദു കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. അസറ്റ് ലെഗസി എന്ന പേരിൽ ഒല്ലൂർ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വന്ന സ്ഥാപനത്തിന്റെ പേരിൽ ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് 25 കോടിയോളം തട്ടിപ്പ് നടത്തിയ സ്ഥാപന ഉടമകൾ അറസ്റ്റിൽ. സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായ പെരുമ്പിള്ളിശ്ശേരി സ്വദേശി ചെന്തക്കാട്ട് വീട്ടിൽ പ്രശാന്ത് നാരായണൻ, ചെയർമാനായ മാടക്കത്ര വെള്ളാനിക്കര സ്വദേശി സിന്ധു എന്നിവരെയാണ് ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പ് നടത്തിയ സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരടക്കമുള്ളവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുന്നു. 20% പലിശ വാഗ്ദാനം ചെയ്താണ് നിക്ഷേപം സ്വീകരിച്ചത്. പ്രതികളിലെ പെരുമ്പിള്ളിശ്ശേരിയിലെയും വെള്ളാനിക്കരയിലെ വീട്ടിലും സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫീസിലും പരിശോധനകൾ നടത്തി. 60ഓളം നിക്ഷേപകരിൽ നിന്ന് പണം സ്വീകരിച്ച് 1 വർഷത്തോളമായി പലിശയും മുതലും തിരികെ നൽകാത്തതിന് തുടർന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. തട്ടിപ്പിലൂടെ ശേഖരിച്ച പണം കണ്ടെത്തി തിരികെ നൽകാൻ ബഡ്സ് ആക്ട് പ്രകാരം നടപടികൾ സ്വീകരിച്ചു. ഒല്ലൂർ ACP SP സുധീരൻ, ഒല്ലൂർ ഇൻസ്പെക്ടർ വിമോദ് PM എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. എയർ ടിക്കറ്റ് ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 2,80,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ കോടതിയുടെ അനുമതിയോടെ അറസ്റ്റ് ചെയ്തു. വെളുത്തൂർ തച്ചമ്പിള്ളി അനീഷയെയാണ് കോടതിയുടെ അനുമതിയോടെ തിരുവനന്തപുരം വനിതാ ജയിലിൽ വെച്ച് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അമൃതരംഗൻ, SI മാരായ ഷാജു, ജോയ്, ASI ഷീബ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പണം കടം ചോദിച്ചത് നൽകാത്തതില് വീടും സ്ഥലവും എഴുതി കൊടുക്കാത്തതിനുള്ള വൈരാഗ്യത്തിൽ അമ്മയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡി ജെനിൻ റിമാൻഡിൽ. അമ്മ താമസിച്ചിരുന്ന വീട്ടിലെത്തിയ ജെനിൻ അമ്മയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കാലുകൊണ്ട് ചവിട്ടി, ചൂരൽ കൊണ്ട് കാലിലടിച്ച്, മരത്തിന്റെ പട്ടിക കൊണ്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മർദ്ദിച്ചു. പട്ടിക കൊണ്ടുള്ള മർദ്ദനത്തിൽ മേരിയുടെ 2 വാരിയെല്ലുകൾ ഒടിഞ്ഞു. ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജിമോൻ, ജൂനിയർ SI ജിഷ്ണു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ്, കമ്മീഷൻ വാങ്ങി തട്ടിപ്പ് പണം അയച്ചു വാങ്ങിയ പ്രതി റിമാൻഡിലായി. പ്രതിയുടെ പല ബാങ്ക് അക്കൌണ്ടുകളിലേക്കായി 32,51,999 രൂപ അയപ്പിച്ചു വാങ്ങി തട്ടിപ്പ് നടത്തുകയായിരുന്നു. റഷീദിന്റെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. റഷീദിൽ നിന്ന് തട്ടിയെടുത്ത പണം ബാങ്ക് അക്കൌണ്ടിലേക്ക് അയച്ച് കമ്മീഷൻ വാങ്ങി പ്രതിക്ക് കൊടുത്ത് തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ടതിനാണ് പാലക്കാട് കപ്പൂർ കൊള്ളന്നൂർ സ്വദേശി പാങ്ങോടത്ത് വീട്ടിൽ സുനിലിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ലുക്കൌട്ട് സർക്കുലർ പ്രകാരം തടഞ്ഞുവച്ചിരുന്ന പ്രതിയെ ഡൽഹി എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. പ്രതി റിമാൻഡിൽ. മലപ്പുറം ജില്ല നിലമ്പൂർ കരുളായി വില്ലേജ് വാരിക്കൽ സ്വദേശി കുരുന്നപ്പള്ളിയിൽ വീട്ടിൽ പ്രിൻസിനെയാണ് ഒളിവിൽ പോയതിനെ തുടർന്ന് പിടികൂടാൻ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചത്. നേപ്പാളിൽ നിന്ന് ദുബായിലേക്ക് കടക്കാൻ ശ്രമിച്ച് സാധിക്കായതിനെ തുടർന്ന് ഫ്ലൈറ്റ് വഴി ഡൽഹിയിൽ വന്നിറങ്ങിയ സമയത്താണ് ലുക്കൌട്ട് സർക്കുലർ പ്രകാരം എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പ്രിൻസിനെ തടഞ്ഞുവെച്ച് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് വിവരം നൽകിയത്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അമൃതരംഗന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.
ചേറൂർ പരേതനായ റപ്പായി ഭാര്യ റോസ്ലി നിര്യാതയായി 70 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ചേറൂർ വിജയപുരം സെന്റ് ഫ്രാൻസിസ് സേവേഴ്സ് പള്ളിയിൽ നടന്നു. നിക്സൺ, ലിയോൺ, റിൻസൺ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂരനഗരിയിൽ നടന്ന ശുചീകരണം സംസ്ഥാനത്ത് മികച്ചതാണെന്നും തൃശൂർക്കാരനായതിൽ അഭിമാനമെന്നും മന്ത്രി കെ രാജൻ. പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി 23-ാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബസംഗമം KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. KECB പെൻഷനേഴ്സ് 39-ാം സംസ്ഥാന സമ്മേളനം ജൂലൈ 18, 19, 20 തീയതികളിൽ തൃശൂരിൽ നടത്തുന്നു. രാസവില വർധനവിനെതിരെ കർഷക സംഘം വടക്കാഞ്ചേരി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് ധർണ. കർഷക സംഘം ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.